നോക്കണ്ട കേട്ടോ, ഇത് ബീഫ് വരട്ടിയതല്ല. ഇന്ന് നമ്മൾ ഒരു പിടി സോയയുടെ ചങ്ക്സ് വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഐറ്റം റെഡിയാക്കിയത് കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ, പൊറോട്ട എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് ഈ ഒരു ഐറ്റം. കാണുമ്പോൾ തന്നെ അറിയാലോ ആ ഒരു ബീഫിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് നമ്മൾ അപ്പോൾ നിങ്ങൾ പലരും പറയും കേട്ടോ, എങ്ങനെയായാലും സോയാബീനല്ലേ ബീഫിൻ്റെ അടുത്ത് എത്തൂല. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രുചിയിലൊന്ന് റെഡിയാക്കി നോക്കൂ. ഏകദേശം ഒരു 80% നമുക്ക് ബീഫിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. 20-30 രൂപ കൊടുത്താൽ അതിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും ചെയ്യും. പിന്നെ ഇതിനാ മടിച്ച് നിൽക്കണേ. ഡെയിലി ഇപ്പോഴാണെങ്കിലോ ഇറച്ചിക്കായാലും മീനിലും പച്ചക്കറിയൊക്കെ വില അടിച്ച് കയറുകയാണല്ലേ. ഡെയിലി വാങ്ങുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് താങ്ങൂല. അപ്പോൾ ഇതുപോലൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെയൊക്കെ മുഷിപ്പിക്കാത്ത രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് അവിടെ 1 കപ്പ് സോയാബീൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് സോയാബീൻ എന്ന് പറയും, ചിലർ സോയ ചങ്ക്സ് എന്ന് പറയും. ബീൻ ഇതല്ല കേട്ടോ, നമ്മളിന്ന് സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഇതാ ഞാനൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. പാത്രം എന്ന് പറയാൻ നോൺ സ്റ്റിക്ക് പാനായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ഉഷാറായി. അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, ഒരൊറ്റ പച്ചമുളക്, അത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വേണം കേട്ടോ. അത് ഈ ഒരു കടുക് പൊട്ടി വന്നതിന് ശേഷം വെളിച്ചെണ്ണയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തോളൂ. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റുകൊണ്ട് ജനവാതിലടക്കലും ഒപ്പം തന്നെ ഗ്യാസ് തീ ശരിക്ക് കത്തണില്ല കേട്ടോ, അത്രയും കാറ്റാണ്. ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാനിവിടെ അത്യാവശ്യം 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ചെറിഞ്ഞെടുത്തതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സവാള ഉണ്ടല്ലോ, ഇതിൻ്റെ കളറ് നല്ല രീതിയിലൊന്ന് ചേഞ്ചായി ബ്രൗൺ കളറാവണം. അപ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സോയയുടെ വരട്ട് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് നമ്മൾ കടിപിടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ രുചി കുറയും. സമയമെടുത്ത് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി നോക്കൂ. ഇതിൻ്റെ കൊതി, അതിൻ്റെ ആ രുചി ഉണ്ടല്ലോ, നമ്മുടെ നാവിൽ നിന്ന് പോലും അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ സ്റ്റെയിനറിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സോയയുടെ ചങ്ക്സ് ഉണ്ടല്ലോ, എപ്പോഴും എനിക്ക് വായിൽ സോയാബീൻ എന്ന് വരുള്ളൂ, കാരണം നമ്മളെപ്പോഴും പറയുന്ന പേര് അതാണ് കേട്ടോ. ചിലപ്പോൾ ഇടയിലൊക്കെ പറഞ്ഞു പോവേ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നമ്മളിത് അവിടെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മുളക് പൊടി ഇതിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ, 1 ടീസ്പൂൺ കുരുമുളകും. കാരണം നമ്മൾ ഈ ഒരു സോയയുടെ വരട്ടങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ കളറ് ഒരു ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടിയില്ലേ. മുളക് പൊടി നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കളറിലോട്ട് വരും. അതുപോലെ കുറഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആ കറുപ്പ് കളറിൽ തന്നെ ആ ഒരു ബീഫിൻ്റെ കളറും ടെക്സ്ചറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിട്ട് കുരുമുളക് കൂടുതലിട്ട് കൊടുക്കുക എരിവിന് ആവശ്യത്തിന്. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ അതാ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടാക്കി എടുത്തോളൂ. ഒരൊറ്റ തവണ ഇതുപോലെ നിങ്ങൾ സോയയുടെ ചങ്ക്സ് വെച്ചിട്ട് ഫ്രൈ റെഡിയാക്കുകയാണെങ്കിൽ ഫ്രൈ അല്ല കേട്ടോ, നമ്മളൊരു വരട്ടാണ്. പിന്നെ എപ്പോഴും ഈ ഒരു അടിപൊളി ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ റെഡിയാക്കുക. പിന്നെ ഇതിൽ പ്രോട്ടീൻ റിച്ച് ആണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കുന്നതും വളരെ നല്ല തന്നെയാണ്. പിന്നെ വലിയ എളുപ്പ പണിയാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, എന്നും ഫ്രൈ ആക്കാതെ ഇതുപോലൊരു വരട്ടൊക്കെ റെഡിയാക്കി കൊടുത്തോളൂ കേട്ടോ. മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് ഞാനിതിലോട്ട് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ ചേർക്കാം. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയുള്ളൊരു ചീനച്ചട്ടി എടുത്തുകൊണ്ട് തന്നെ 2 കൈയും പിടിക്കണ്ടേ, അതിൻ്റെ ഒരു ചെവി പിടിക്കുമ്പോഴേക്കും അതിലങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കനമുള്ളൊരു ചട്ടിയാണ്, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതെടുത്ത്. നടിയിലൊന്നും പിടിക്കില്ല എന്ന് കരുതിയിട്ട് അതിപ്പോൾ എനിക്ക് പണിയായി. ഇതിപ്പോൾ ഒരു കൈയോട് ഇങ്ങനെ പിടിക്കലും വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ മറയാണ് കേട്ടോ, ശരിക്കും ക്ലിയർ ആയി കിട്ടണില്ല. അപ്പോൾ ഏതായാലും ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കാം കേട്ടോ. ഈ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കിടന്നിട്ടാണ്, കുറഞ്ഞ തീയിൽ കിടന്നിട്ടാണ് ഈ ഒരു സോയയുടെ ചങ്ക്സ് വേവേണ്ടതും. അതിനുള്ള വെള്ളമൊക്കെ ഇതന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഈ ഒരു വരട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയ സമയത്ത് ഒരു ഇച്ചിരി ചേർത്തിരുന്നു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തോളാം കേട്ടോ.
ഇനി നമുക്ക് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു കൊടുക്കുക. ഇതിങ്ങനെ അടച്ചു കൊടുക്കുക, ഇളക്കുക, അങ്ങനെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഈ ഒരു സോയാബീൻ ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ, ഈ ഒരു വെള്ളം തന്നെ മതിയാകും. ഏതായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ റിച്ച് ആണല്ലോ, അപ്പോൾ പ്രോട്ടീൻ കൂടുതലാണ് ചെല്ലുമ്പോഴേക്കും നമ്മൾ തന്നെ വെയിറ്റ് കുറയാൻ തുടങ്ങും. എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഇതുപോലൊരു അടിപൊളിയായിട്ട് റെഡിയാക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നും ചിക്കനും ബീഫും മീനും ഇതൊന്നും നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റൂലല്ലേ, വാങ്ങുന്നവരുണ്ടാവാം കേട്ടോ, എല്ലാവരെ കൊണ്ടും കഴിയൂല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്നെ കഴിക്കും, ചോദിക്കുകയും ചെയ്യും ഇത് ബീഫാണോ എന്ന് ചോദിക്കും കേട്ടോ. ഏകദേശം അതേ ഒരു ടെക്സ്ചറോട്ട് തന്നെ ചെല്ലുന്നുണ്ട് കാണാനും. കഴിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ആ ഒരു സോയാബീൻ ഇറച്ചിയുടെ അതേ ഒരു ഇതാണല്ലോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടിയൊക്കെ ഒന്ന് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയേ, ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക, അടച്ചു കൊടുക്കുക. ഒത്തിരി സമയമൊന്നും ആവില്ല കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടാവും, നല്ല കാറ്റും ഫുള്ള് ഇരുട്ടായിട്ട് വീഡിയോ എടുക്കാനൊന്നും വലിയൊരു ഉഷാറില്ല, ഒക്കെ ജനവാതിലാടേലും. ഇപ്പം എന്തായാലും നമ്മൾ ഇളക്കി ഏകദേശം ഈ ഒരു പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് വരട്ടി അതേ കളറിലോട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാൻ തോന്നുന്നു, എടുത്ത് കഴിക്കാൻ തോന്നുന്നു കേട്ടോ, നല്ല രുചിയുണ്ട്. ഇനിയിപ്പോൾ എരിവൊക്കെ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവർ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തു, വെളുത്തുള്ളിയൊക്കെ ചതച്ച കൂട്ടത്തിൽ ഒരൊറ്റ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇനി കുരുമുളക് പൊടി, അപ്പോഴേ ഈ ഒരു കളറ് ആ ഒരു ബ്ലാക്ക് കളറിലോട്ട് ഇങ്ങനെ വരുള്ളൂ. ടേസ്റ്റും കുരുമുളക് പൊടി ചേർക്കുന്നതാണ് കേട്ടോ. കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ 1-2 തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. 1-2 കറിവേപ്പിൻ്റെ കൂടി ചേർക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും വലിയൊരു സുഖമില്ല. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എപ്പോഴെത്തുമെന്ന് എനിക്കെന്നറിയില്ല, അതിന് മാത്രം കാറ്റാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാണ്, എനിക്ക് പേടിയാവുന്നുണ്ടല്ലേ, എനിക്ക് എല്ലാവർക്കും പേടിയാവുന്നുണ്ട് ഈ ഒരു മഴ. കാരണം എന്തെങ്കിലുമൊക്കെ ഓരോ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ബേജാറാണ്, ആർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, ദോശ, ഇനിയിപ്പോൾ ഞാൻ ഗീ റൈസ്, എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. സോയാ ചങ്ക്സ് വെച്ചിട്ട് ഇത് ഇത്ര ടേസ്റ്റ് ഇല്ല നിങ്ങളൊരിക്കലും പറയും. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം. പലരും വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ഇത് ടേസ്റ്റ് ഇല്ല ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ചെയ്താറുണ്ട് കേട്ടോ. വെറുതെ മറ്റുള്ളവരെ അങ്ങനെ ടെൻഷനാക്കാതെ ആദ്യം നമ്മൾ ചെയ്യുക, എന്ത് കാര്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്യമാണെങ്കിൽ സത്യം തുറന്നു പറയാം. പക്ഷേ ഈ ഒരു ഐറ്റം സൂപ്പറാണ്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിന്ന് കുറച്ച് മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കിയിട്ടുണ്ട്. നാടൻ മാങ്ങയൊന്നുമല്ല കിട്ടിയത് കേട്ടോ, അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു സോയ ചങ്ക്സിൻ്റെ വരട്ടും, രണ്ടും നല്ല സൂപ്പർ കോംബോ ആയിരുന്നു കേട്ടോ. കണ്ടോ, നമുക്ക് ആ ഒരു ബീഫ് വരട്ടീൻ്റെ അതേ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടില്ലേ. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് കൊടുത്തിട്ട് പറയാൻ മറന്നു പോയതാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ പാരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും കൂടി ചേർത്തോളൂ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു കാറ്റടിച്ചിട്ട് വോയിസ് കൊടുക്കണോ വേണ്ട സ്റ്റോപ്പ് ചെയ്യണമെന്ന് അതും അറിയില്ല, ഇതിനിടയിൽ പറയാൻ മറന്നു പോയതാണ്, മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. കണ്ടല്ലോ, ഇതൊരൊറ്റ ടീസ്പൂൺ മതി മക്കളെ, വയറും മനസ്സും ഒരുപോലെ നിറയും. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി ഈവനിങ്ങിലൊക്കെ ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. കുറഞ്ഞ വെള്ളത്തിൽ ഇതിങ്ങനെ ഇളക്കി വേവിച്ചെടുത്താൽ മതി, അങ്ങനെ തന്നെയാണ് ഇതിന് ടേസ്റ്റും കൂടുതൽ. പിന്നെ ഒരുപാട് എണ്ണയോ കാര്യങ്ങളൊന്നുമില്ല, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് നമ്മളിന്നത് ചെയ്തെടുത്തത്. ലാസ്റ്റ് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് വന്നേ ഉള്ളൂ.
പിന്നെ ഇപ്പം അത് വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യട്ടോ. പക്ഷെ അതും കൂടി ചേർക്കുമ്പോഴാണ് ഒരു നാടൻ രുചി കിട്ടുക. പെട്ടെന്ന് ഉണ്ടാക്കിയത് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മീൻ കിട്ടിയില്ല, ഇറച്ചി കിട്ടിയില്ല എന്ന് കരുതിയിട്ടൊന്നും ആരും ടെൻഷനാവേണ്ട. മുട്ട പോലും പപ്പടം പോലും ഇല്ലാത്തൊരു സമയത്ത് ഒരു പിടി സോയയുടെ ചങ്ക്സ് എടുത്തിട്ട് ഇതുപോലൊരു വരട്ടും എന്തെങ്കിലും ഒരു കറിയും റെഡിയാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കൂ. അവരൊക്കെ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ. കറി എന്ന് പറയുമ്പോൾ മുരിങ്ങയിലേ എന്തെങ്കിലും ഒരു തക്കാളിയൊക്കെ താളിപ്പ് ഉണ്ടാക്കിയാലും മതിയാവും. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടായാൽ മതി. യാതൊരു മുഷിപ്പുമില്ലാതെ അവരൊക്കെ വയറ് നിറച്ച് തന്നെ കഴിച്ചോളും. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടും അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പോണിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ വെക്കണേ.